ബോയുടെ പേരെല്ലാം ലോക്ക് ചെയ്ത് വെച്ചതാണ്, നമുക്ക് ഇഷ്ടപ്പെട്ടു. ജെൻഡർ ഒന്നും ആരും ചെക്ക് ചെയ്യാൻ പോകണ്ട. ടെലിവിഷൻ ചാനൽ ഒരു മാരേജ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയാണ്. സത്യം പറഞ്ഞാൽ 3 കല്യാണം കഴിഞ്ഞു. സെയിം പേഴ്സൺ. എങ്ങനെ കണ്ടത്? ഭയങ്കര വൈറലാണ്. ഞാൻ ലാലേട്ടൻ ഫാൻ ആണോ എന്ന് ചോദിച്ചു, ട്രാവൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, ഹൈറ്റ് എത്ര ചോദിച്ചു. 10 minutes 2 days ഞാനാണ് അങ്ങോട്ട് ആദ്യം ഐ ലവ് യു ഭയങ്കര ഫോർമലായിരുന്നു. ഭയങ്കര ഇത്ര ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലൊക്കെ സെൻഡ് ചെയ്തത് ഞാൻ ഒറ്റ സെന്റൻസിൽ മലയാളത്തിൽ തിരിച്ച്. എനിക്കും ഇഷ്ടമാണ്. അന്ന് മുതൽ ഇന്ന് വരെ ചേഞ്ച് ആവൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഞാൻ പറഞ്ഞല്ലോ റീ ഭയങ്കര പാവായിരുന്നു, ഇപ്പൊ ഭയങ്കര സാധനം. ഇനി ഏതാ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കൺട്രി? ഇനി ഇൻഷാല്ലാ ഡേവിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഉംറ ചെയ്യാൻ സൗദിയിൽ പോകണമെന്നാണ് ഫസ്റ്റ് വിഷ്. റീക്കാണെങ്കിൽ ഗേൾസ് ഫാൻസ് മെസ്സേജ് അയക്കുമ്പോ പൊസസീവ്നെസ് തോന്നാറുണ്ടോ? ഞാൻ ഭയങ്കര പൊസസീവ്നെസ് ഉണ്ടാകും. ഒരുപാട് കുട്ടികൾ വേണമെന്ന് ആഗ്രഹമുണ്ടോ? ആദ്യം ഉണ്ട്. വാഷ്റൂമിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാറുണ്ടോ? ഇവിടെ നമുക്ക് ചിലപ്പോ ബാത്റൂമിൽ സംസാരിക്കുന്ന കേൾക്കാം, ആള് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ പോലെ. എനിക്ക് ആരോടാണ് ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റിലായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, നമ്മൾ എടുത്ത് നോക്കുന്നു, ഒരു നെഗറ്റീവ് കമന്റ്. When I remember pregnancy-ന്റെ റീലിന് I would like to point it out. ഇനിയിപ്പം എന്തൊക്കെ സെറമണീസ് കാണണം, അംബാനിനേക്കാളും കൂടുതലാണ് ഹെബാറിന്റെ സെറമണി എന്നുള്ളത്. ലൈക്ക് ഐ ഡോണ്ട് നോ അവർ എന്ത് കണ്ടിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633388575. ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഇരിക്കുന്ന ഒരു മൊമെന്റിലായിരിക്കും ഒരു നോട്ടിഫിക്കേഷൻ വരുന്നു, നമ്മൾ എടുത്ത് നോക്കുന്നു, ഒരു നെഗറ്റീവ് കമന്റ്. ഞാൻ ആലോചിച്ചു എങ്ങനെ പബ്ലിക് ആയിട്ട് അങ്ങനെ പെട്ടെന്ന് ഒരാളോട് പറയാൻ തോന്നുന്നു. പ്രൈവറ്റ് മെസ്സേജ് അയച്ചാൽ ആ ഒരാൾ മൂഡ് പോക്കാൻ എങ്ങനെ? Even I remember pregnancy-ന്റെ റീലിന് I would like to point it out. എല്ലാവരും കൺഗ്രാറ്റുലേറ്റ് ചെയ്യാൻ നമ്മളുടെ അനൗൺസ്മെന്റ് വീഡിയോ ആണ്. And there is one girl, I don't know if it's a fake account or a boy, just said ഇനിയിപ്പം എന്തൊക്കെ സെറമണീസ് കാണണം, അംബാനിനേക്കാളും കൂടുതലാണ് ഹെബാറിന്റെ സെറമണി എന്നുള്ളത്. ലൈക്ക് ഐ ഡോണ്ട് നോ അവർ എന്ത് കണ്ടിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. ബട്ട് അവർ ആക്ച്വലി കോംപ്ലിമെന്റ് ആയിട്ടല്ല പറഞ്ഞത്, ഞാനത് ചുരുക്കി പറഞ്ഞതാണ്, കോംപ്ലിമെന്റ് ആയിട്ടല്ല. അപ്പം പീപ്പിൾ, there are 2 type of people maybe. അവർക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമുള്ളവരുണ്ടാവും, സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവരുണ്ടാവും. ബട്ട് ദാറ്റ് ഡസ് നോട്ട് മീൻ സെലിബ്രേറ്റ് ചെയ്യുന്നവരെ അങ്ങനെ കുറ്റപ്പെടുത്തേണ്ട ആവശ്യമില്ല. അപ്പം പലരും ചോദിക്കും നിങ്ങൾ എന്തിനത് ഡോക്യുമെന്റ്, നിങ്ങൾ എന്തിനത് റീലായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്? നമ്മളുടെ ലൈഫ് ഡോക്യുമെന്റ് ചെയ്താണ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. നമ്മളിത് കോണ്ടന്റ് ആയിട്ട് ഷൂട്ട് ചെയ്തിട്ടല്ല അപ്ലോഡ് ചെയ്യുന്നത്. നമുക്ക് കോണ്ടന്റ് ആണെങ്കിൽ മസ്താനി ഇപ്പം വി ഹാവ് 20 countries 19 countries ട്രാവൽ ചെയ്ത ട്രാവൽ വീഡിയോസ് തന്നെ നമുക്ക് കണ്ടന്റ് ഉണ്ട് ഇടാൻ. ഇട്ടിട്ടില്ല ഒരുപാട്. എനിക്ക് തോന്നുന്നു ബേബി മൂൺ പോയതുപോലെ സാന്റോറിനി ഒന്നും ഞാൻ ഇട്ടിട്ടില്ല, ഞാൻ ഗ്രീസിൽ നിർത്തിയതാ. സോ ഇത് ആക്ച്വലി നമ്മളുടെ ലൈഫ് നമ്മൾക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ വി ലവ് ടു ഗോ ത്രൂ ആർ റീൽസ്, ഹൈലൈറ്റ്സ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഡൗൺ ആവുന്ന സമയത്ത് കാണുമ്പോൾ ഓക്കെ വി ഡിഡ് ദിസ്. ഇപ്പൊ നമ്മൾ തന്നെ എടുക്കാൻ നമ്മളെ പഴയ ഫോട്ടോസ് ഒക്കെ എടുത്ത് നോക്കാനൊന്ന് ബാക്കോട്ട് പോകുമ്പോ രസമല്ലേ ലൈഫിലെ മെമ്മറീസ്. ചിലത് അന്ന് ഭയങ്കര ടോപ്പ് ഫോട്ടോ, അതാണ് ബേസിക്കലി നമ്മള്. പക്ഷെ എല്ലാത്തിനും നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയുന്ന കാര്യം. നമുക്ക് ഇഷ്ടമില്ലാത്തത് ഡിലീറ്റ് ചെയ്യാം. ഞാനത് പഠിച്ചു വരുന്നത്, ഞാനത് പഠിച്ചു തുടങ്ങി. എന്തെങ്കിലും മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നീ എന്തിനാ മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നത്? ഇപ്പൊ ഞാൻ ഒരുപാട് മാറി, അതുകൊണ്ട് വെരി സ്ട്രോങ്. അത് എനിക്ക് നമ്മുടെ റിലേഷൻഷിപ്പിലെ ഏറ്റവും വലിയൊരു സ്ട്രെങ്ത്തും അതാണ്. ഇപ്പൊ നമ്മൾ രണ്ടുപേരും അതേപോലെ സോഫ്റ്റ് ആയിരുന്നെങ്കിൽ ഇറ്റ് വുഡ് ഹാവ് നോട്ട് വർക്ക്. ഈ ഭയങ്കര പാവായിരുന്നു, അതിനൊരു എപ്പിസോഡ് തന്നെയുണ്ട് നമ്മളെ റിയാലിറ്റി ഷോയിലുള്ള സമയത്ത്. നമ്മുടെ ലൈഫിൽ തന്നെ എനിക്ക് ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിൽ ഐ ആസ്ക് ഹെബ ഹൗ ഷുഡ് ഐ ഡു ദിസ്. നോ പറയാന് ബുദ്ധിമുട്ടുള്ള ഒരാളാണ് റീ. അങ്ങനെ നോ പറയാൻ ബുദ്ധിമുട്ടുള്ള സമയത്ത് ഭയങ്കര പ്രശ്നമാണ്. ഇപ്പൊ ഞാൻ ശരിക്കും നമ്മൾ നോ പറയേണ്ട സ്ഥലത്ത് നോ പറയണം. അപ്പൊ ഞാൻ ഇങ്ങനെ ഫ്രണ്ടിൽ കയറിയിട്ട് ഞാൻ നോ പറയും ഇവന് വേണ്ടി. ലൈക്ക് അങ്ങനെയായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. കാരണം ആൾക്ക് ഒരാളോട് നോ പറയില്ല, എല്ലാം ഓക്കെ ഭയങ്കര പാവമായിരുന്നു.
പക്ഷെ എനിക്ക് തോന്നുന്നു നോ പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ആ റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. ആദ്യം ബുദ്ധിമുട്ടായിരിക്കും, പക്ഷെ അവർ നമുക്ക് തമ്മിലൊരു പിണക്കോ ഒന്നും ഉണ്ടാവില്ല. എക്സാക്ട്ലി. സോ അത് ഞാൻ പഠിച്ചു. ഞാൻ ഇപ്പം ചിലപ്പോൾ എക്സ്പെക്ടേഷൻസ് ഉണ്ടാവില്ല. അവളെ ക്യാരക്ടർ അങ്ങനെയാണ്, ഓപ്പൺ ആണെന്ന് പറയും. പക്ഷെ അങ്ങനെ അല്ലാത്ത ഒരാൾ അങ്ങനെ പറയുമ്പം ഭയങ്കര നോ പറയാത്ത ഒരാള് പെട്ടെന്ന് ഒരു ദിവസം നോ പറഞ്ഞു കല്യാണം കഴിഞ്ഞിട്ട് മാറിപ്പോയി ആൾക്കാർ പറയുന്നത്. പീപ്പിൾ ഹൂ എന്നെ മനസ്സിലാക്കുന്ന ഒരു കാര്യം റിവാസ് ഇസ് സ്റ്റിൽ ദ സെയിം. നമ്മൾ വെഡിങ്ങിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ ആണെങ്കിലും ജസ്റ്റ് ദാറ്റ് എനിക്ക് കുറച്ചുകൂടെ മെന്റലി സ്ട്രോങ് ആവാൻ പറ്റി. അത് ഹെവൻ സപ്പോർട്ട് ഉള്ളതുകൊണ്ട്. കാരണം അത് എനിക്ക് തോന്നുന്നു ലൈഫിൽ ഓരോ സ്റ്റേജിലാണല്ലോ നമ്മൾ ബെറ്റർ ആവുന്നത്, മെച്ചുവർഡ് ആവുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരു ലേണിംഗ് ആണ്. എനിക്കിപ്പോ ഞാൻ അങ്ങനെ സോറി പറയാത്ത ഒരാളായിരുന്നു. എനിക്കെല്ലാം പക്ഷെ ഞാൻ റീഡ് അടുത്തുനിന്ന് ലേൺ ചെയ്തത് അങ്ങനെ ലൈഫിൽ സോറി പറയേണ്ട സ്ഥലത്ത് സോറി പറയണം. അങ്ങനത്തെ കുറെ ലേണിംഗ് പ്രോസസ് അവിടെ നിന്ന് പഠിച്ചു. റീ ഇവിടുന്ന് കുറച്ച് മോശ കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ഫസ്റ്റ് ഒരു വീഡിയോ കാണാം. നമ്മളിപ്പം നെയിമിംഗ് സെറമണി ഇത്ര ഹിറ്റായി വൈറലായിട്ട് നിൽക്കുമ്പോൾ ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് നമുക്ക് Again, എനിക്ക് ഫയർ വർക്കിന്റെ എക്സ്പ്രഷൻ ആയിരുന്നു. ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഫാമിലിക്കാർക്കും ഈ പേര് അറിയില്ല, എല്ലാവരും കണ്ട ഒരു സന്തോഷം. എനിക്ക് ഈ പേര് എല്ലാവരും അറിയുന്നതിലുള്ള ഒരു ഹാപ്പിനെസ് ഉണ്ടല്ലോ, അത് അവര് ഷെയർ ചെയ്യുമ്പോൾ നമ്മള് ഓഫ് കോഴ്സ് അഗൈൻ ഒരു ട്രൂലി മെമ്മറബിൾ മൊമെന്റ്. കാരണം നമുക്ക് ബേബിയുടെ നെയിം എന്ന് പറയുമ്പോൾ ഭയങ്കര സ്പെഷ്യലാണ്. നെയിമിങ്ങിന് ഒരുപാട് ഇത് കൊടുക്കും, ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് നമ്മള്. അപ്പൊ അതുകൊണ്ടാണ് ഇത്രയും ഒരു വെറൈറ്റി ആയിട്ട് ചെയ്യണമെന്ന് തോന്നിയത്. പിന്നെ ബോയുടെ പേര് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പൊ പെട്ടെന്ന് അതാണ് 40 days എടുത്തത് കേട്ടോ. ആക്ച്വലി ബോയുടെ പേരെല്ലാം ലോക്ക് ചെയ്ത് വെച്ചതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ടു. ജെൻഡർ ഒന്നും ആരും ചെക്ക് ചെയ്യാൻ പോകണ്ട. ഓക്കെ, അതുപോലെ തന്നെ നമ്മളിപ്പം നിങ്ങളുടെ പേജസ് എടുത്ത് നോക്കുമ്പോൾ നേരത്തെ പറഞ്ഞല്ലോ 19 കൺട്രീസോളം ട്രാവൽ ചെയ്ത ആളുകളാണ്. പക്ഷേ നമ്മൾ ഇതുവരെ കേൾക്കാത്ത വേറൊരു കാര്യമാണ് ബേബി മൂൺ. ഹണിമൂൺ കേട്ടിട്ടുണ്ട്, പക്ഷെ ബേബി മൂൺ കേട്ടിട്ടില്ല. എന്നാൽ അതിന്റെ ഒരു വീഡിയോ കണ്ടിട്ട് എന്താണ് ബേബി മൂൺ ഞങ്ങൾക്ക് പറഞ്ഞിരുന്നു. ഭാവിയിൽ ആവശ്യം വന്നാലും അതെ, ഭാവിയിൽ ആവശ്യം പ്ലേസ് അടിപൊളിയാണ്. ഹണിമൂണിന് പോകാനും ബേബി മൂണിന് പോകാനും. അയ്യോ, ഈ ഗൗണിട്ട് ഞാൻ എത്ര നടന്നിട്ടുണ്ടെന്ന് അറിയാം ഈ വീഡിയോ എടുക്കാൻ. അതും 8th monthലാണ്. പക്ഷെ ആൾക്കാർ ഭയങ്കര എൻകറേജിങ്. അവർ നിങ്ങൾക്കൊരു അഡ്വഞ്ചർ കിഡ് ആയിരിക്കും. അവർ ഭയങ്കര സപ്പോർട്ടീവ്. നമ്മൾ ഒരു ഡ്രസ് ഇടുമ്പോൾ അവർ നമ്മളെ ലൈക്ക് യു ലുക്ക് പ്രിറ്റി എന്നൊക്കെ പറഞ്ഞ് നമ്മളെ കോംപ്ലിമെന്റ് ചെയ്യും ആൾക്കാര്. ഭയങ്കര മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ്സ് ആണ്. സോ നമ്മള് എന്താണ് ആക്ച്വലി ബേബി മൂണിയും തുടങ്ങും. കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റ് ടൈം പോകുന്നതാണ് ഹണിമൂൺ. അപ്പൊ നമ്മൾ ആദ്യമായിട്ട് പ്രഗ്നന്റ് ആകുമ്പോൾ പോകുന്നതാണ് ബേബി മൂൺ. അത് 2 ഇൻഡിവിജ്വൽസ് ലെറ്റ്സ് സേ ബിഫോർ ഇനി ഒരു കിഡ് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഫസ്റ്റ് ടൈം 2 പേരുള്ള ട്രിപ്പൊക്കെ നമ്മൾ എന്തായാലും മിസ് ഔട്ട് ചെയ്യും. അപ്പൊ ബിഫോർ ദ കിഡ് കം ലൈക്ക് നമ്മൾ ആ ബേബി വരുന്നതിന് മുന്നേ 2 പേര് മാത്രമുള്ള ആ ഒരു ഫസ്റ്റ് ടൈമാണ് ബേബി മൂൺ. ഹണിമൂണിന് പകരം ബേബി മൂൺ ആവട്ടെ ഇനി. ഓക്കെ, അങ്ങനെ നമ്മൾ ബേബിന്റെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ബേബി മൂൺ അല്ലേ, ബേബി മൂൺ അറിഞ്ഞു. എനിക്ക് തോന്നുന്നു 19ഓളം കൺട്രീസിൽ ട്രാവൽ ചെയ്ത്. അപ്പോൾ ഇതിൽ ഏതാണ് ഫേവറേറ്റ് കൺട്രി എന്ന് ചോദിക്കുന്നത് ഒരു ഫുളിഷ് ക്വസ്റ്റ്യൻ ആയിരിക്കും. കാരണം നിങ്ങൾക്ക് പറയാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരിക്കും. ഓരോന്നിനും എങ്ങനെ എടുത്തെടുത്ത് പറയാൻ പറ്റും. ഫുഡ് ആണെങ്കിൽ ഇവിടെ അങ്ങനെ പറയാൻ പറ്റും. എന്നാൽ ആദ്യമായിട്ട് ഒരുമിച്ച് പോയത് എവിടെയായിരുന്നു? ദുബായ്. കാശ്മീർ ആണ് ഫസ്റ്റ്. ഇന്റർനാഷണൽ അല്ലാത്ത ഡൊമസ്റ്റിക് കാശ്മീർ ആണ് നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. സെക്കൻഡ് വാസ് ദുബായ്. ഈ ഒന്നിച്ചിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ കുറെ നല്ല മെമ്മറീസ് ഒക്കെ ഉണ്ടാവും. എന്നാലും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മെമ്മറി ഏതെങ്കിലും ഒരു കൺട്രി? യൂറോപ്പില് ബവേറിയൻ സൈഡ്, ജർമ്മനി, ഓസ്ട്രിയ ബോർഡറിൽ ഞാൻ ഹെബന്റെ കസിൻ ബ്രദർ കൂടെ മിനി കൂപ്പറിൽ ഒരു ഓപ്പൺ ഡ്രൈവ് ആണ്. മെമ്മറബിൾ ആയിട്ടുള്ള ഒരു സ്വിറ്റ്സർലാൻഡ് ടച്ച് ഒക്കെയാണ്. ആ ഒരു ബോർഡർ ആയതുകൊണ്ട് ഓസ്ട്രിയ, ജർമ്മനി ആ ഒരു ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. കാരണം അധികം പേരില്ല, റോഡെല്ലാം എം ടി ആണ്. സോ നമ്മളിപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഡ്രൈവ് ചെയ്ത് പഠിച്ചില്ല. അവിടെ ഡ്രൈവ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടില്ല, ലൈസൻസ് ഇന്റർനാഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ. അപ്പൊ അതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റി. ഇഷ്ടമുള്ള സമയത്ത് നിർത്തി വീഡിയോസ് ഒക്കെ എടുക്കാൻ പറ്റി. ഇപ്പോഴും ആലോചിക്കുമ്പോൾ അതൊരു മെമ്മറബിൾ ആണ്. പക്ഷെ വേറെയും ഒരുപാട് മെമ്മറീസ് ഉണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ പറഞ്ഞപ്പോ എനിക്ക് പാരീസ് ആണ് നമ്മളെ ഏറ്റവും ഓക്കെ നല്ല കൺട്രീസ് ചോദിച്ചല്ലോ. നല്ലൊരു മോശം സിറ്റി, നമുക്ക് ഏറ്റവും മോശം സിറ്റി തോന്നുന്നത് പാരീസ് ആണ്. ദ സിറ്റി ഓഫ് ലവ് എന്ന് പറയും, സിറ്റി ഓഫ് ലൈറ്റ്സ് എന്ന് പറയും.
ബട്ട് ഹെബ ആക്ച്വലി എൻകൗണ്ടർ ചെയ്തത് ഭയങ്കര രണ്ട് പേടി. ക്രൈം അവിടെ ആണ്. ഭയങ്കര നമ്മളെ Same ഫോണൊക്കെ day. സ്നാച്ച് ചെയ്ത് ഓടും അവര്. ഹെബന്റെ മുന്നിന്ന് മസ്താനിയും ഹെബയും തമ്മിൽ ഡിസ്റ്റൻസേ ഉള്ളൂ ക്രൈം തമ്മിൽ. ഹെബ അത് ആക്ച്വലി നമ്മള് മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങേണ്ടത് ഞാനൊരു സ്റ്റേഷനിൽ ഇറങ്ങി. ഹെബ സ്റ്റേഷനിൽ ക്രൗഡ് കൊണ്ട് ഹെബക്ക് ഇറങ്ങാൻ പറ്റിയില്ല. സോ അപ്പൊ തന്നെ ഹെബ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങി. ഹെബ ആ നെക്സ്റ്റ് സ്റ്റേഷനിൽ ഇറങ്ങുന്നതിന് തൊട്ട് മുന്നേ അവിടെ എങ്ങനെയാ വെച്ചാൽ റെഫ്യൂജീസ്, അൺഫോർച്ചുനേറ്റ്ലി റെഫ്യൂജീസ് ഉണ്ട് പാരീസിൽ. അവിടുത്തെ സിറ്റിയിലുള്ളവരല്ല, പുറത്തുനിന്നുള്ളവരാണ് എസ്പെഷ്യലി റെഫ്യൂജീസ്. അപ്പം ചിലപ്പോൾ വീസ ഒന്നും ഉണ്ടാവില്ല പ്രോപ്പർ. അപ്പൊ ഇവര് എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ പിക് പോക്കറ്റിംഗ്. സോ മെട്രോ ഡോർ ക്ലോസ് ചെയ്യുമ്പോഴാണ് അവർ നമ്മള് റീൽസിലൊക്കെ കണ്ടിട്ടില്ല. ശരിക്കും ഉള്ളതാ. എന്റെ മുന്നിൽ 2 ഫോണ്, ഒരു ഏജ്ഡ് ആയ ചേട്ടന്റെ ഫോൺ വലിച്ചിട്ട് പോവും. നമ്മുടെ കയ്യില് ലൈക്ക് പേഴ്സ് കാര്യങ്ങളൊക്കെ സ്നാച്ച് ചെയ്തിട്ട് അവർ ഓടുന്ന എവിടെയൊക്കെയാന്ന് പോലും നമ്മൾ കാണില്ല. അത്രയും ക്രൗഡ് അല്ലേ. എനിക്ക് പാരീസ് ജസ്റ്റ് ഐഫിൽ ടവർ കണ്ടു നോക്കി നമുക്ക് പോവാൻ മതി. അങ്ങനെ ഏറ്റവും പേടിയുള്ളതും ഒരു എന്താ പറയാ ഇഷ്ടമില്ലാതായപ്പോ ഒരു പ്ലേസ് ബാഡ് മെമ്മറി. 19 കൺട്രീസിൽ പോയതില് പാരീസ് മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച പോലെ. നമുക്ക് പാരീസിൽ ഐഫിൽ ടവർ നമുക്ക് ഭയങ്കര ഭംഗിയല്ലേ, പക്ഷെ അതിന്റെ താഴത്തോട്ട് റൂട്ട് ലെവലിലേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയല്ല. അവിടെ ഈവൻ €1 നമ്മൾ ടാപ്പ് വാട്ടർ ഇപ്പൊ ഒരു ബോട്ടിൽ മസ്താനി മിനറൽ വാട്ടർ അത് കുടിച്ച ബോട്ടിൽ ആരെങ്കിലും ബിന്നിലിട്ടിട്ടുണ്ടാവും. ആ ബോട്ടിൽ എടുത്തിട്ട് റീഫിൽ ചെയ്തിട്ട് വീണ്ടും അവിടെ ആൾക്കാർ സെല് ചെയ്യും. സോ നമ്മളിപ്പം ദുബായിലെ സ്റ്റാൻഡേർഡ്സ് ഒക്കെ നോക്കുന്ന സമയത്ത് പാരീസിലും യൂറോപ്പിലും അത് എക്സ്പെക്ട് ചെയ്യുന്നില്ല. എല്ലാ സ്ഥലത്തും അല്ല, പക്ഷെ പാരീസിൽ എസ്പെഷ്യലി നമ്മൾ ആദ്യമായിട്ട് പോവാണ് പാരീസിൽ. ഇപ്പൊ നമ്മൾ ജർമ്മനി, ഓസ്ട്രിയ, സ്വിസ്, പാരീസ് അങ്ങനെയാണ്. അപ്പം അവിടെ എത്തിയപ്പം വി ഫെൽ ലെറ്റ് ഡൗൺ. കാരണം ഐഫിൽ ടവർ ഇസ് ബ്യൂട്ടിഫുൾ. ഫ്രാൻസിന്റെ പല ഭാഗങ്ങളും അടിപൊളി സ്ഥലങ്ങളുണ്ട്. പീപ്പിൾ ലൈക്ക് അവിടെ വരുന്ന ടൂറിസ്റ്റ് എല്ലാം അടിപൊളിയാണ്. പീപ്പിൾ ആർ വെരി നൈസ്. പക്ഷെ ഇഷ്ടപ്പെട്ട കൺട്രീസ് ഉണ്ട്. ഫുഡ് ആണെങ്കിൽ നമുക്ക് ടർക്കി ഇഷ്ടമാണ്. പ്രൈവസി വൈസ് ആണെങ്കിൽ മാൽദീവ്സ് അടിപൊളിയാണ്. പിന്നെ സെറ്റിൽ ആവാനാണെങ്കിൽ ജർമ്മനി അടിപൊളി. യൂറോപ്പ് ജർമ്മനി നമ്മൾ പോയതല്ലോ കേട്ടോ. വേറെയും ഒരുപാട് കൺട്രീസുകൾ ഉണ്ടാവും, പക്ഷെ നമുക്ക് ഇഷ്ടപ്പെട്ടത് ഇതൊക്കെയാണ്. ടർക്കി ഒരു പേഴ്സണൽ ഫേവറേറ്റ് ആണ്. എപ്പോ വേണമെങ്കിലും അത് ഫുഡി ആണെങ്കിൽ ഇറ്റ് ഈസ് ദ ഹബ് ടു ഗോ. എനിക്ക് തോന്നുന്നു ഇപ്പൊ ഒരു ടെലിവിഷൻ ചാനൽ ഒരു മാരേജ് ഹോസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളുടെയാണ്. മിനി സ്ക്രീനിലെ ഫസ്റ്റ് ലൈക്ക് ദ റിയൽ വെഡിങ് ഹോസ്റ്റ് ചെയ്തത് നമ്മളതാണ്. ഫ്ലവേഴ്സ് ടിവിയിലായിരുന്നു. ഇങ്ങനെ ഒരു ഭാര്യയും ഭർത്താവും എന്നാണ് ഷോയുടെ പേര്. യമുന മാം ആണ്. രഞ്ജിനി ഹരിദാസ് ആയിരുന്നു ഹോസ്റ്റ്. കല്യാണം കഴിഞ്ഞ 6 മന്തിലാണ് ഈ ഒരു റിയാലിറ്റി ഷോയിലേക്ക് നമ്മൾ ഇന്നാവുന്നത്. അതും നമ്മളെ വൺ ഓഫ് ദ ഫോളോവർ ഇങ്ങനെ ഈ ഒരു ഷോനെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മൾ അപ്ലൈ ചെയ്തു, ഓഡിഷൻസ് അറ്റൻഡ് ചെയ്തു, അങ്ങനെ കെയർ ചെയ്ത് ഭയങ്കര രസമായിരുന്നു. ആ ഒരു ക്രൂ, ആ ഫാമിലി ഒക്കെ മിസ് ചെയ്യുന്നു. എല്ലാവരും ഞങ്ങളായിരുന്നു ഏറ്റവും കുഞ്ഞു കപ്പിൾസ്. എല്ലാവരും കുട്ടികളുള്ളവരും കേരളത്തിന്റെ എല്ലാ ഭാഗത്തുനിന്നും കപ്പിൾസ് ഉണ്ടായിരുന്നു. ഫ്രം വയനാട് ടു ഇടുക്കി നമുക്ക് പറയാം. എല്ലാ ഡിസ്ട്രിക്ട്സും ഓൾമോസ്റ്റ് നമുക്ക് ഉണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ക്ലോസ് ആണ്. നമ്മളിപ്പോഴും എല്ലാവരും ഭയങ്കര അടുപ്പായിരുന്നു. അന്നേ ഭയങ്കര ക്ലോസ് ആയിരുന്നു. നമ്മളെ വെഡിങ് ഒരു വീക്കെൻഡ് എപ്പിസോഡ് മൊത്തം നമ്മളെ വെഡിങ് ആയിരുന്നു. ശരിക്കും വീട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്നു, മഹറൊക്കെ ഇട്ട് വന്നു. ശരിക്കും ഒഫീഷ്യലി റിയൽ വെഡിങ് അവിടെ നടത്തി. റിയൽ വെഡിങ് അത് റിയൽ വെഡിങ് ആണ്, പക്ഷെ നമ്മളുടെ റിസപ്ഷൻ ആയിരുന്നില്ല. ഫോർ ദ ഷോ അത് റിയൽ വെഡിങ് ആയിട്ടാണ്. ബിക്കോസ് നമ്മൾ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് റിസപ്ഷൻ ഒരു TV ഷോയിൽ വേണം എന്ന രീതിയിൽ മാം യമുന മാം ഷോയിൽ ഫ്ലവേഴ്സ് ടിവി നടത്തി. നിക്കാഹ് 2020 ജാനുവരി. അതിനുശേഷം ലോക്ക്ഡൌൺ കപ്പിൾസ് ആണ്. ഞങ്ങൾക്ക് മാർച്ച് ആയപ്പോൾ ലോക്ക്ഡൌൺ ആയി. ഞങ്ങൾക്ക് എവിടെയും പോകാൻ പറ്റില്ല. റെസ്റ്റോറന്റ് ഇല്ല, ഹോട്ടൽ എവിടെയും പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് നിക്കാഹ് കഴിഞ്ഞ ഉടനെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക് റിസപ്ഷൻ കഴിയാതെ പോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് വേറെ ഓപ്ഷൻ ഇല്ലാത്തത് കൊണ്ട് ഞാൻ പെട്ടിങ് കിടക്കൊക്കെ എടുത്ത് ഫ്ലാറ്റിൽ കയറിയ ആളുടെ. ബിക്കോസ് ആ സമയത്ത് എനിക്ക് തോന്നുന്നു സോറി നമ്മള് ഇങ്ങനെ വീഡിയോസ് ചെയ്തു തുടങ്ങി. ഐ തിങ്ക് ഇറ്റ് വാസ് ഫസ്റ്റ് വീഡിയോ. ഫണി തിങ് ഇസ് സ്റ്റേ ഹോം സ്റ്റേ സേഫ് ആണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. കോവിഡ് ഈ വീഡിയോ ചെയ്തിട്ട് നമ്മൾ തന്നെ പുറത്തിറങ്ങിയിട്ട് 24 hours കാർ ചാലഞ്ച് ചെയ്യുന്നു. റമദാന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ ചെയ്യുന്നു. അപ്പൊ ആ വീഡിയോ ക്രിയേഷൻ തുടങ്ങിയ സമയത്ത് ഞങ്ങൾ ഒന്നിച്ച് വേണമെന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക്. സോ വീട്ടിലേക്ക് പോയി വീഡിയോ ക്രിയേഷൻ തുടങ്ങി. അങ്ങനെ റിയാലിറ്റി ഷോ ഹാപ്പൻ. അപ്പൊ അവർക്കൊരു ക്യൂരിയോസിറ്റി ആയിരുന്നു. ഇപ്പൊ എനിക്ക് ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ മുകേഷ് ചേട്ടനൊക്കെ ആയിരുന്നു. അവർ തന്നെ ചോദിക്കും അതെന്താ കല്യാണം കഴിഞ്ഞു ബട്ട് മാരീഡ് ബട്ട് ഒഫീഷ്യലി നോട്ട് മാരീഡ് എന്നുള്ള കണ്ടീഷൻ. റിസപ്ഷൻ കഴിയാതെ നമുക്ക് വീട്ടിൽ കയറാനും പറ്റില്ല. അങ്ങനെ അവര് കല്യാണം അവിടെ നടത്തി. സത്യം പറഞ്ഞാൽ 3 കല്യാണം കഴിഞ്ഞു. സെയിം പേഴ്സൺ. നിക്കാഹ് ചാനലിലൊരു കല്യാണം. ഇപ്പൊ 2023 റിസപ്ഷൻ ഒരു 6-7 days പ്രോഗ്രാം ആയിട്ട് അതുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഏപ്രിലിൽ പീപ്പിൾ സേ ഐ സീൻ പീപ്പിൾ ടെല്ലിംഗ് നമ്മള് ലൈം ലൈറ്റിൽ നിൽക്കാൻ വേണ്ടിയിട്ടാണ് വെഡിങ് നടത്തുന്നത്. അത്
ഏത് ലോജിക്കാന്ന് എനിക്ക് മനസ്സിലാവുന്നത്. നമ്മൾ എന്തിനാ അത്രയും സ്പെൻഡ് ചെയ്ത് ലൈം ലൈറ്റിൽ നിൽക്കേണ്ട ആവശ്യമില്ല. അത് മൂന്നെണ്ണം ഒരു ആവശ്യം നമുക്ക് നിക്കാഹ് കഴിഞ്ഞ റിസപ്ഷൻ എല്ലാവരും ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു നോർമലി നമ്മളിപ്പോ വീഡിയോ ക്രിയേഷൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ കോണ്ടന്റ്സ് ക്രിയേറ്റർ ആണെന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ മോശമായിട്ട് കാണുന്നത് എന്തിനാ? എക്സാക്ട്ലി അതാ ചോദിക്കുന്നത്. അതാണോ അതിന്ന് ശരിക്കും നല്ലൊരു ഇൻകം ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് ആർക്കും അറിയില്ല. വി കൻ മേക്ക് ലാക്സ് അതിന്ന് ഇൻകം ഉണ്ടാക്കാം. നോർമൽ ഒരു 1 month സാലറി നമുക്ക് ഒരു ഡേയിൽ കിട്ടും. Again, I would like to say, ഇപ്പം ഞാൻ started my career civil engineer ആയിട്ട് 5,000 ആണ് സ്റ്റാർട്ട് ചെയ്തത് വയനാട്ടിലെ ഫസ്റ്റ് സൈറ്റ്. 5,000 ആൻഡ് ഐ എം പ്രൗഡ് അതാ സമയത്ത്. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത് ഇപ്പം പുറത്തുള്ള കൺട്രീസിലൊക്കെ ഒരു സെറ്റ് ഓഫ് ക്യാഷ് എമൗണ്ട് ഉണ്ട്, സാലറി ഒരു മണിക്കൂറിന് എത്രയാ. നമ്മുടെ നാട്ടിലെ എഞ്ചിനീയേഴ്സിനാണെങ്കിൽ ഡോക്ടേഴ്സ് എപ്പോഴും അണ്ടർ പെയ്ഡ് ആണ് നമ്മൾ. അത് ഒബ്വിയസ്ലി ഇറ്റ്സ് എ ബിഗ് കൺട്രി, എല്ലാം കാര്യങ്ങളുണ്ട്. പക്ഷേ എഞ്ചിനീയർ ആയിട്ടും ഡോക്ടർ ആയിട്ടും ഇത്രയും പേയ്മെന്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി പാസീവ് ഇൻകമിലേക്ക് ആൾക്കാർ പോകും. കാരണം അവർക്ക് ചിലപ്പോൾ പാഷൻ ഫോളോ ചെയ്യാനുണ്ടാവും, ചിലപ്പോൾ അവരുടെ റിക്വയർമെന്റ്സ് നീഡ് ചെയ്യാനാവും. അപ്പം ഡെഫിനറ്റ്ലി ഒരു ഇൻട്രസ്റ്റിംഗ് നല്ലൊരു ഇൻകം വരുമ്പോൾ നമ്മൾ അതേ ഫോക്കസ് ചെയ്യാൻ നോക്കുള്ളൂ. വേറൊരു തോട്ട് എന്താന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന ആളുകളെ കുറിച്ചിട്ട് പൊതുവെയുള്ള ആൾക്കാർ വിചാരിക്കുന്ന എഡ്യൂക്കേഷൻ ഒന്നും ഇല്ല, 10ാം ക്ലാസ് തോറ്റായിരിക്കും അല്ലെങ്കിൽ ഡിഗ്രി തോറ്റതായിരിക്കും, അങ്ങനെ അതുകൊണ്ടുള്ള ആൾക്കാരാണ് ഈ ഒരു ഫീൽഡിലേക്ക് വരുന്നത് എന്നുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്. എല്ലാ ക്രിയേറ്റേഴ്സിനും അതിൻ്റെതായ റെസ്പെക്ട് കൊടുക്കണം. എല്ലാവരും ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. ടു ബി ഓൺ ദ ക്യാമറ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്ക് ചിലപ്പോൾ ബാഡ് ഡേ ആയിരിക്കാം, അന്ന് നമ്മൾ ഒരുങ്ങി ക്യാമറയിൽ വരണം, സെയിം ഷർട്ട് ആവരുത്, ഹെയർ റെഡി ആയിരിക്കണം. നിങ്ങൾക്കൊക്കെ എസ്പെഷ്യലി കണക്ട് ചെയ്യാൻ പറ്റും അല്ലെ? ഡെയിലി ടു ബി ഓൺ ദ ക്യാമറ അതിനൊരു ബുദ്ധിമുട്ടാണ്. അത് എഡിറ്റ് ചെയ്യണം, പ്രസന്റബിൾ ആയിരിക്കണം, മേക്കപ്പ് എവറി A to Z. ആൻഡ് ഒരു ബ്രാൻഡ് പ്രൊമോഷൻ ആണെങ്കിൽ സ്ക്രിപ്റ്റിംഗ് കാര്യങ്ങള് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന സ്ക്രിപ്റ്റ് അവർക്ക് ഇഷ്ടപ്പെടില്ല. ബാക്ക് ആൻഡ് പ്രോസസ് ഒരുപാടുണ്ട്. കാണുന്നവർക്ക് നമ്മള് ഇപ്പൊ ഒരു 5 years അത്രയും നമ്പർ ബ്രാൻഡ്സുമായിട്ട് പ്രൊമോഷൻസ് ചെയ്തു. ഓൾമോസ്റ്റ് എല്ലാ ബ്രാൻഡ്സുമായിട്ട് ദുബായിലാണെങ്കിലും ഇവിടെ ആണെങ്കിലും ഒക്കെ. സോ അതിന്റെ സ്ട്രഗ്ലിംഗ് വേറെയാ. കാണുമ്പോ എല്ലാവർക്കും ഈസി സുഖല്ലേ വീഡിയോ. ഇതൊരിക്കലും ഒരു മോശം ഒരു ഇൻഡസ്ട്രി നിങ്ങൾ കാണരുത്. നമ്മൾ ഭയങ്കര സീരിയസ് ടോക്കിലേക്ക് ഇത് എനിക്ക് സീരിയസ് ആവാൻ തോന്നി കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ക്രിയേറ്റേഴ്സിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. കുറച്ച് റെസ്പെക്ട് തരൂ. എക്സാക്ട്ലി. ബാക്ക് ടു ദി ടോപ്പിക്കിലേക്ക് വരുമ്പോൾ 2020 നിക്കാഹ് കഴിഞ്ഞു. അതൊരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു അല്ലെങ്കിൽ ഒരു ലവ് മാരേജ് ആയിരുന്നു? ലവ് കം അറേഞ്ച്ഡ് മാരേജ് ആണോ? എന്താ തോന്നുന്നത്? പറഞ്ഞത് വെച്ചിട്ട് ഒരു പോയിന്റിൽ എനിക്ക് തോന്നുന്നു അറേഞ്ച്ഡ് മാരേജ് എന്ന് പറഞ്ഞപ്പോ ഞാൻ നോട്ട് ചെയ്തു. ഞാൻ ഫസ്റ്റ് കണ്ടു 2 days അല്ല സെയിം ഡേ റിക്വസ്റ്റ് അയച്ചു ഞാൻ അങ്ങോട്ട്. ഭയങ്കര വൈറലാ. ഞാൻ ലാലേട്ടൻ ഫാൻ ആണോ എന്ന് ചോദിച്ചു, ട്രാവൽ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു, ഹൈറ്റ് എത്ര ചോദിച്ചു, 10 minutes. കാരണം ഞാൻ വർക്ക് കഴിഞ്ഞ് വരുന്ന ഡേ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടൻസ് കൊടുത്തില്ല. കാരണം ഞാൻ അഗെയിൻ ഒരു സിംഗിൾ ആയിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യപ്പം വെഡിങ് പ്ലാൻ ഇല്ല. ബട്ട് ഡെസ്റ്റിനി എന്ന് പറഞ്ഞ സംഭവം ഉണ്ടല്ലോ, അപ്പൊ അത് ഹെബനെ കണ്ടു. 10 minutes സ്പാർക്ക് ഫീൽ ചെയ്തു. 4 questions ചോദിച്ചു. അതില് വെരി നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചത്. ട്രാവൽ ചെയ്യാൻ പറ്റുമോ, കാരണം എന്റെ ലൈഫ് ട്രാവലിംഗ് ഇഷ്ടമാണോ, ഹൈറ്റ് എത്ര, നല്ല ഹൈറ്റ് ഉണ്ടല്ലോ. എനിക്ക് കണക്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചു. കോമൺ ഇൻട്രസ്റ്റ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പം അത് വർക്ക്ഔട്ട് ആയി. സെയിം ഡേ എനിക്ക് തോന്നുന്നു റിക്വസ്റ്റ് അയച്ചു. 2 days ഞാനാണ് അങ്ങോട്ട് ആദ്യം ഐ ലവ് യു എന്ന് പറയുന്നത്. ഇത്ര ടൈപ്പ് ചെയ്ത് ഇംഗ്ലീഷിലൊക്കെ സെൻഡ് ചെയ്തു. ഞാൻ ഒറ്റ സെന്റൻസിൽ മലയാളത്തിൽ തിരിച്ച് എനിക്കും ഇഷ്ടമാണ്. അപ്പം അതവിടെ അറേഞ്ച് മാരേജ് ഫാമിലിയിൽ നിന്ന് ഉണ്ടായ ഒരു പ്രപ്പോസലാണ്. നിങ്ങൾക്ക് ഓൾറെഡി റിലേറ്റീവ്സ് അങ്ങനെയാണ്? അങ്ങനെയല്ല, റിലേറ്റീവ്സ് അല്ല, ലൈക്ക് നമ്മൾ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ കണക്ഷൻ ഉപ്പയുടെ സിസ്റ്റേഴ്സിനൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഫാമിലി എവിടേക്കോ പ്രപ്പോസൽ വരുമ്പോഴാണല്ലോ അറിയാം, കണക്ഷൻസ് അറിയാൻ പറ്റുമല്ലോ. സോ Jan 26 ആയിരുന്നു നിക്കാഹ്. എന്താണ് നീ ഭയങ്കര സീരിയസ്? ഓക്കെ, ആ ഒരു ഇപ്പം 3 questions ചോദിച്ചു. ഇപ്പൊ കോമൺ ഇൻട്രസ്റ്റ് ഒക്കെ ഓക്കെയാണ്. പക്ഷെ എന്നാലും ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മള് ഈ ചിന്തിക്കാനുള്ള ബുദ്ധി ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാനത് Q&A നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലൈഫ് പാർട്ട്ണറിനെ ചൂസ് ചെയ്യുമ്പോൾ ഈ 10 minutes മതിയല്ല, ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ഇമ്പോർട്ടന്റ്. അന്ന് എനിക്ക് 22 years. കാരണം ഞാൻ ആലോചിച്ചിട്ടുണ്ട്, എന്റെ കസിൻസ് ഒക്കെ 2-3 times ഒക്കെ പോയി കണ്ടവരുണ്ട് സെയിം ആളുടെ. കാരണം ലൈഫ് പാർട്ട്ണർ ആണ്, ലൈഫ് മൊത്തം നമുക്ക് ജീവിക്കേണ്ട. പക്ഷെ നമുക്ക് വി ഫെൽ രണ്ടുപേരും അവിടുന്ന് തന്നെ എനിക്ക് ഓക്കെ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഹെബിൻ പറഞ്ഞു എനിക്കും ഓക്കെ ആണെന്ന് അവിടുന്ന് തന്നെ പറഞ്ഞു. ഞാൻ പിന്നെ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നത്. 10 minutes 22 years അല്ലേ? 10 minutes നമ്മളപ്പം
അത് ഞാൻ പറഞ്ഞില്ല അഗെയിൻ ആ സ്പാർക്ക് ഡെസ്റ്റിനി അത് പഠിച്ചു അതാണ് സംഭവം. അല്ലാതെ ഐ വുഡ് സേ ഡെഫിനറ്റ്ലി അത് ശരിയായതുകൊണ്ട് ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറയാൻ കറക്റ്റ് ഞാൻ എന്റെ പപ്പന്റെ അടുത്ത് പറയും ഞാൻ ചിലപ്പോ അന്ന് രാവിലെ വന്ന് കൊളുമ്പിലടിക്കും തിരിച്ചു പോരും. കാരണം 10 മിനിറ്റ്സ് ശരിക്കും പറ്റില്ല. അത് അഗെയിൻ ഇറ്റ് ഹാപ്പൻസ്. നമ്മൾ പറയില്ല ലവ് അറ്റ് ഫസ്റ്റ് സൈറ്റ് എന്നൊക്കെ ചിലർ പറയും. അതൊക്കെ അങ്ങനെ നടക്കുന്നതായിരിക്കും. തിരിച്ചെന്തായിരുന്നു ആ ഒരു സ്പാർക്ക് തോന്നിയത്? ഞാനും ഇതുപോലെ വെരി യങ് ഏജ് അല്ലേ 22 ഇയേഴ്സ് ആ ഒരു സമയത്ത് ആള് നല്ല ഭംഗിയായിരുന്നു വന്നപ്പോ പിന്നെ സംസാരിച്ചതിൽ എനിക്ക് തോന്നുന്നു എനിക്ക് ഭയങ്കര പാവം തോന്നിയാണ്. ഭയങ്കര ലൈക്ക് റെസ്പെക്ട് ഒരു നമുക്കിപ്പോ ഒരു അവിടുത്തെ സംസാരിക്കുമ്പോൾ ആ ഒരു റെസ്പെക്ട് തിരിച്ചു വരുമ്പോൾ മനസ്സിലാവുമല്ലോ ആളെങ്ങനെയുള്ള ആളാണെന്ന്. പിന്നെ ഞാൻ കുറച്ച് ബാക്ക്ഗ്രൗണ്ട് ചെക്കപ്പ് ഒക്കെ നടത്തിയിരുന്നു. അല്ല ആളിങ്ങനെ എഞ്ചിനീയറിംഗ് ആണ്. സോ പക്ഷെ ഇവിടെ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ സ്റ്റുഡൻസ് ഒക്കെ കോമൺ ഫ്രണ്ട്സ് ഉണ്ടാവല്ലോ ആർക്കിടെക്ചറിലൊക്കെ. അപ്പൊ ആളിങ്ങനെ ഫേസിൽ പോലും നോക്കൂല ക്ലാസ് എടുക്കുമ്പോൾ ഭയങ്കര മാന്യനാണെന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ ചുമ്മാ കുറച്ചിങ്ങനെ ഒന്ന് തപ്പി ഇൻസ്റ്റഗ്രാം ഒക്കെ നോക്കിയപ്പോ ട്രാവലിംഗ് ഒക്കെ ഉണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ കണ്ടു. പിന്നെ സംസാരിച്ചപ്പോ ആള് ഞങ്ങള് എനിക്കൊന്ന് ട്രാവലിങ്ങിനെ കുറിച്ച് അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ഓക്കെ എനിക്ക് പെട്ടെന്ന് അറിയില്ല നമുക്ക് പഠിച്ചോ തോന്നിക്കാന്ന് പറയില്ല. പെട്ടെന്ന് രണ്ടുപേരും യെസ് പറഞ്ഞു. പിന്നെ സംസാരിക്കാൻ തുടങ്ങി. എൻഗേജ്മെന്റ് വരെ നമ്മൾ സംസാരിക്കുമല്ലോ. ടൈമില് നമ്മള് പിന്നെ പറഞ്ഞ പോലെ ഇപ്പൊ ഞാനാണെങ്കിലും റിയ ആണെങ്കിലും ഫസ്റ്റ് ആദ്യമായിട്ട് പെണ്ണ് കണ്ട ആളല്ല. ഞാനും ഇതിന് മുന്നേ രണ്ടുപേരെ കണ്ടിട്ടുണ്ട്. റിയും സെക്കൻഡ് രണ്ടാമത്തെ പെണ്ണ് കാണലാണ്. അപ്പൊ അന്നൊന്നും തോന്നാത്ത എന്തോന്ന് ഇതിലുണ്ട്. അന്ന് മുതൽ ഇന്ന് വരെ ചേഞ്ച് ആവൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ലൈക്ക് ഫസ്റ്റില് ഇങ്ങനെയായിരുന്നു പക്ഷെ ആ ഒരു ക്യാരക്ടർ ഇപ്പൊ കുറച്ച് ചേഞ്ച് ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ട് പരസ്പരം? അങ്ങനെ തോന്നുന്നത് എന്താ? അത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ചേഞ്ച് ആവുമല്ലോ. കാരണം ഞാൻ പറഞ്ഞല്ലോ റീ ഭയങ്കര പാവായിരുന്നു. ഇപ്പൊ ഭയങ്കര ഈ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഞാൻ തന്നെ പഠിപ്പിച്ചു കൊളായി ഇതൊക്കെ. അങ്ങനെ എനിക്ക് എന്താ ചെയ്തിട്ടുള്ള റീക്ക് എനിക്ക് പാവ ലൈക്ക് നോ പറയുന്ന ഇപ്പം ആൾക്ക് എവിടെ നോ പറയണം അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു എന്നല്ല ആൾക്ക് ഒന്നുകൂടെ ഭയങ്കര പാവെന്നുള്ള ഒരു ഇതൊന്ന് മെയിൻലി അത് അരണോ എങ്ങനെ ആൾക്കാർ എടുക്കാൻ എനിക്ക് എന്താ വെച്ചാൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് വേദനിക്കാൻ പാടില്ല എന്നുള്ള പോയിന്റ് ഓഫ് വ്യൂ ആണ് എനിക്ക്. അത് ഏതൊരു കാര്യത്തിനാണെങ്കിലും അവരെന്താ തിങ്ക് ചെയ്യുക എന്നുള്ളതാണ് എന്നെ ഫസ്റ്റ് കൺസേൺ ചെയ്യുക. അപ്പൊ അത് കരിയറിൽ ചിലപ്പം ബാക്ക് ഫയർ ആവും നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് ഐ ടുക്ക് ദാറ്റ് സ്റ്റെപ്പ്. ഞാൻ അനലൈസ് ചെയ്തു. ഇപ്പൊ ഹെബ എൻ്റെ അടുത്ത് പറയുമ്പോഴും ഞാനത് കറക്റ്റ് ഫീൽ ചെയ്യാറില്ല. അനലൈസ് ചെയ്തു. എനിക്ക് തോന്നി ഹെബ പറഞ്ഞത് കറക്റ്റ് ആണ്. ഹെബ ഇപ്പൊ കൊല്ലും ബേബിനോടാണ്. അല്ല അങ്ങനെ അല്ലാതെ ഹെബ എനിക്ക് തോന്നുന്നു എപ്പോഴും സെയിം ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതെ അങ്ങനെയാണെങ്കിൽ പരസ്പരം ഒരു 5 ക്വാളിറ്റീസ് പറയണം. ഞാൻ പറയാം റെസ്പെക്ട് ലൈക്ക് ഒരു പാർട്ട്ണറെ പാർട്ട്ണർ എന്നല്ല എന്റെ വീട്ടിലെല്ലാവരും ഇപ്പം എന്റെ ബ്രദേഴ്സും ഇവരൊക്കെ ഭയങ്കര കണക്ഷനാ. അപ്പൊ ഞാൻ ആലോചിക്കും ഞാൻ എങ്ങനെ അങ്ങനെ സിങ്ക് ആവാന്ന് ആലോചിച്ചിരുന്നു. അപ്പൊ എന്നെക്കാളും ഇവര് 3 പേരും കെട്ടിപ്പിടിച്ച് മൂവി കാണുന്നുണ്ടോ ഇവര് പുറത്തു പോവും. ആ ഒരു എന്താ പറയാ എന്നെ പോലെ എന്റെ ഫാമിലിയും സ്നേഹിക്കുന്നത് ഒരു ഫസ്റ്റ് ക്വാളിറ്റി. ആൻഡ് റെസ്പെക്ടിങ് ലൈക്ക് പാർട്ട്ണറെ തിരിച്ച് ഈക്വലി പാരന്റിങ് ആണെങ്കിലും എല്ലാ കാര്യത്തിലും ഈക്വലി എൻ്റെ കൂടെ നിൽക്കുന്നത് സെക്കൻഡ് ക്വാളിറ്റി. ആൻഡ് എന്താ പറയാ എൻ്റെ ഇഷ്ടങ്ങള് എന്താ പറയാ നടത്തിത്തരാൻ എന്നെക്കാളും കൂടുതൽ എഫേർട്ട് എടുക്കുന്നത് റീ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് മനസ്സിൽ കാണുന്നത് ചിലപ്പോൾ നമ്മളൊരു റീലൊക്കെ ആയിട്ട് വല്ലപ്പോഴും ഷെയർ ചെയ്യും. ഇത് എപ്പോഴെങ്കിലും എന്നുള്ള രീതിയിൽ ഷെയർ ചെയ്യുമ്പോൾ അത് നടത്തിത്തരാനും ഓർത്ത് വെക്കാനൊക്കെ ഇഷ്ടമുള്ള ആളായിട്ട് തോന്നി. ആൻഡ് ആലോചിക്കാനില്ലേ അടുത്ത 5 പോയിന്റ്സ് പിന്നെ ലൈക്ക് രണ്ടുപേരെയും ഞാൻ പറഞ്ഞല്ലോ എനിക്ക് വീഡിയോ ക്രിയേഷനും കാര്യങ്ങളും രണ്ടുപേരെയും എന്താ പറയാ അത് നേരത്തെ പറഞ്ഞല്ലോ പാഷൻ ഈക്വലി ഫോളോ ചെയ്യുന്നത്. പിന്നെ ആളുടെ ഒരു സ്നേഹം ഇപ്പൊ ഞാൻ ബേബി ഉണ്ടായപ്പോ നമ്മൾ യൂഷ്വലി ഗേൾസ് ചോദിക്കില്ല ആരോടാ സ്നേഹം ബേബിയോടാണോ എന്നോടാണോ ചുമ്മാ ചോദിക്കുമ്പോൾ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ പറയും ബേബി. പക്ഷെ ആളിപ്പോഴും എന്നെ പറയും. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കാണ് ഫസ്റ്റ് പ്രയോറിറ്റി ഇപ്പോഴും എന്നുള്ളത്. അതെനിക്ക് ഞാൻ മാറ്റി പറയും പക്ഷെ പുള്ളി അത് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. ആൻഡ് എല്ലാവരോടും ഉള്ള ഒരു എന്താ പറയാ പെരുമാറുന്നത് കെയറിങ് എല്ലാവരും. ഇപ്പൊ ഞാനെന്നില്ല നിങ്ങളൊക്കെ നിങ്ങൾ ഫുഡ് കഴിച്ചോ നിങ്ങൾ ഇരുന്നോ നിങ്ങൾക്ക് ഓക്കെ ആണോ അങ്ങനെ നോക്കും. വരുന്ന എല്ലാവരെയും നോക്കും.
അതൊക്കെ ഒരു ബെസ്റ്റ് ക്വാളിറ്റി. ഞാനൊക്കെ ആണെങ്കിൽ മേ ബി ശ്രദ്ധിക്കില്ല. അത് നമ്മള് ഓരോരുത്തരും ഓരോ ക്യാരക്ടർ അല്ലേ. എല്ലാവർക്കും ആ ഒരു റെസ്പെക്റ്റും കെയറിങ് ഒക്കെ കൊടുക്കുന്നത്. നേരത്തെ ചോദിച്ചില്ല എന്ത് കണ്ട ഞാൻ ശരിക്കും കല്യാണം കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോന്ന് കണ്ടിട്ടാണ് നമുക്ക് പിന്നെ സ്നേഹം കൂടുക. എന്റെ ഡിസിഷൻ കറക്റ്റ് ആണ് എന്നുള്ളത് അതിപ്പോ കാണുന്ന എല്ലാരും പറയും ഈ പാവവും ഞാൻ കുറച്ച്. പക്ഷെ അങ്ങനെ രണ്ടും വേണം. നമ്മൾ രണ്ടുപേരും അങ്ങ് ശരിയാവില്ല. ലൈഫില് രണ്ടും വേണം. അതിനൊരു ഇനി 5 points എന്താ എനിക്ക് അറിയില്ല കേട്ടോ. ഞാൻ പെട്ടെന്ന് ഞാനിപ്പോ ആലോചിക്കും ഞാൻ 3rd പോയിന്റ് എത്തിയിട്ടുള്ളൂ. എന്റെ സ്കിൻ എന്റെ കളർ എനിക്ക് കൂടുതലും പോയിന്റ് ആയിട്ടല്ല, എനിക്ക് ഒരു പാരഗ്രാഫ് ഒക്കെ പോലെ ഉണ്ടാവും. അങ്ങനെ പറയണ്ട. എനിക്ക് മസ്താനി ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷെ അതിൽ കൂടുതലും കുറച്ച് നമ്മളെ യൂഷ്വൽ കപ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതിന് കുറച്ച് എനിക്ക് കണക്ട് ചെയ്യുന്നതും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. ആണല്ലേ, സോറി. സോ നമ്മള് ഫ്രണ്ട്സിനെ പോലെ എടീനി അങ്ങനെ സംസാരിക്കുക, അതൊക്കെ ഒരു സ്റ്റാർട്ടിങ്ങിൽ പ്രശ്നമായിരുന്നു. നമ്മള് റെസ്പെക്ട് കൊടുക്കണം എന്നൊക്കെ റീന്നാണല്ലോ ഞാൻ വിളിക്കുന്നത്. ഞാൻ നല്ലോണം ഇക്കാതെ വിളിച്ചതാ. വേണ്ട ഞാൻ പറഞ്ഞതാണ്. സോ അങ്ങനെ ചിലർക്ക് ഇക്കാന്നൊക്കെ വിളിക്കണമെന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ മാറുന്നുണ്ട് ഇപ്പൊ. ടോട്ടലി ഫൈൻ. അത് ഓരോ ഭാഗത്തേക്ക് എക്സാക്ട്ലി. സോ ഹെബന്റെ ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു മെയിൻ സംഭവം പ്രോബ്ലം സോൾവിങ് ആണ്. എനിക്ക് എന്ത് സീരിയസ് സിറ്റുവേഷൻ ഉണ്ടെങ്കിലും ഹെബ വിൽ ഹെൽപ്പ് മീ. അപ്പൊ എന്റെ ഗോ ടു പേഴ്സൺ എന്റെ ഫ്രണ്ട്സോ ആരും അല്ല, ഹെബാണ്. എനിക്ക് ഇപ്പം എന്റെ ട്രാവൽ പാർട്ട്ണർ, മൂവി പാർട്ട്ണർ, എല്ലാ പാർട്ട്ണറിങ് ടൈം എന്നൊക്കെ പറയുമല്ലോ. അപ്പം ഐ എം സോൺ ഇൻ ടു ഹെബ. അത് എനിക്ക് അങ്ങനെയാണ് ഇപ്പം കറന്റ് സിറ്റുവേഷൻ മാഷാ. അപ്പോൾ പ്രോബ്ലം സോൾവിങ് എൻ്റെ ഏത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ ഹെബ അതിനെ ഫിഗർ ഔട്ട് ചെയ്ത് എന്നെ ഹെൽപ്പ് ചെയ്ത് തരും. സെക്കൻഡ്, ഇന്നസെന്റ് ആണ് ആള് പുറത്ത് ഭയങ്കര ഇങ്ങനെ സംസാരിക്കും. ഷീ ഈസ് വെരി ഇന്നസെന്റ്, ട്രൂ ടു ഹെർ. അതായത് ശരിയാന്നുള്ള കാര്യം മാത്രമേ ചെയ്യൂ. ഇപ്പം നേരിട്ട് പറയും, ഓപ്പൺ ആയിട്ട് പറയും, പക്ഷെ മനസ്സിലൊന്നും ഉണ്ടാവില്ല ആൾക്ക്. ഇപ്പൊ എന്നൊക്കെ ചിലപ്പോൾ ഫയർ ചെയ്യും. ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ 10 മിനിറ്റ് ലേറ്റ് ആയി കഴിഞ്ഞാൽ എനിക്ക് ഫയറിംഗ് ആണ്. അപ്പോ അത് പിന്നെ എനിക്ക് മനസ്സിലാവും നമ്മള് ബിക്കോസ് ഓഫ് ദ ലവ് ടുവേർഡ്സ് ദ ബേബി. അതാണ്. അപ്പം നമ്മളത് അനലൈസ് ചെയ്യും. അപ്പം ഇന്നസെന്റ് ഫസ്റ്റ് ടൈം പറഞ്ഞത് ഹെബ പ്രോബ്ലം സോൾവിങ്. പിന്നെ ആള് ഭയങ്കര ഒരു ലൈഫ് സെലിബ്രേറ്റ് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലൈഫ് സെലിബ്രേറ്റ് ചെയ്ത് പോകണം. ഞാൻ ആദ്യം പറഞ്ഞല്ലോ. അപ്പം നമ്മളുടെ മൊമെന്റ്സ് നമ്മൾ എൻജോയ് ചെയ്യാന്നുള്ളത്, അതും രണ്ടുപേർക്കും ഒരുപാട് ഇഷ്ടം. അതെനിക്ക് അവന് ഇഷ്ടമാണ്. പിന്നെ ഒരാളുടെ ഭയങ്കരമായിട്ട് സ്നേഹിക്കും. അതിപ്പം എന്നെ ആണെങ്കിലും ഹെബന്റെ ഉമ്മ, എനിക്ക് മനസ്സിലാക്കാം ഇവരുടെ റിലേഷൻഷിപ്പിൽ ഷി വിൽ ഗിവ് 100% 200% ടു ദാറ്റ് റിലേഷൻഷിപ്പ്. അപ്പം അതെനിക്ക് ഭയങ്കര, ഇപ്പം ഞാനോ ഇപ്പം എൻ്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഹെബ അത് ഫുൾഫിൽ ചെയ്യും റിലേഷൻഷിപ്പിൽ. അപ്പം അതെനിക്ക് ഭയങ്കര പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ ട്രാവൽ ചെയ്യാൻ ആൾക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് തന്നെ നമ്മൾ ട്രാവൽ ചെയ്യുമ്പം പൊതുവേ ചിലപ്പോൾ നമ്മളുടെ പേഷ്യൻസ് ടെസ്റ്റ് ആവും. നമുക്ക് ചിലപ്പം നമ്മൾ ഉദ്ദേശിച്ച പോലെ ഐറ്റിനറി വർക്ക്ഔട്ട് ആവില്ല. ഒരാളെ മനസ്സിലാക്കണമെങ്കിൽ ഈ 19 കൺട്രീസിൽ ഇതുവരെ ഹെബ എൻ്റെ അടുത്ത് അങ്ങനെ ഞാനാണ് ഐറ്റിനറി ഒന്നും സെറ്റ് ചെയ്യാറ്. അപ്പം ഇതുവരെ അങ്ങനെ ഒരു മോശം പറയോ അല്ലെങ്കിൽ എന്നോട് ചൂടാവുകയോ അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് ഉണ്ടായിട്ടില്ല ട്രാവലിങ്ങിൻ്റെ സമയത്ത്. അപ്പോൾ അതും എനിക്ക് തോന്നുന്നു അഡാപ്റ്റബിലിറ്റി. ഹെബ പെട്ടെന്ന് അഡാപ്റ്റഡ് ആവും. ഹെബക്ക് എനിക്ക് തോന്നി 4 years ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു നമ്മുടെ റിലേഷൻഷിപ്പിൽ അഡാപ്റ്റഡ് ആവാൻ വേണ്ടിയിട്ടുള്ള. അത് ഹെബ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അഡാപ്റ്റ് ചെയ്തിരിക്കുന്നത്. ഹെബക്ക് ഒരുപാട് രീതിയിൽ എന്നെ ക്രിറ്റിസൈസ് ചെയ്യാനുള്ള സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹെബ അതിന് കൊടുത്തിട്ടില്ല. ഹെബ വെയിറ്റ് ചെയ്തു ആ സിറ്റുവേഷൻസ് എല്ലാം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് ഹ്യൂജ് ഒരു പോയിന്റാണ് എനിക്ക് അവൻ്റെ അടുത്ത്. അപ്പോൾ ഞാൻ ഒരു സീരിയസ് ആയിട്ട് പറയുന്നത് കുറേ സീരിയസ് കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ്. എനിക്കൊരു കാര്യം പറയണ്ട, ആള് ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്യും കേട്ടോ. നമുക്ക് ഇപ്പൊ പറയില്ലേ ടേക്ക് എ പിക്ചർ ഓഫ് മീ, അത് ആൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പൊ എന്നെ ബെസ്റ്റ് ആയിട്ട് വീഡിയോ ഫോട്ടോ എടുത്ത് വരും. So fifth again, she's കല്യാണം നോക്കുമ്പോ അതൊക്കെ നോക്കുന്നത് നല്ലതാണ്. നോക്കുന്നുണ്ടോ? നല്ല ഫോട്ടോ എടുക്കാറിയോ? എവിടേക്ക് ട്രിപ്പൊക്കെ പോകുമ്പോ എടുത്തു തരണല്ലോ. ഇത് മറ്റേത് ക്യാമറ പിടിച്ചത് എവിടെ വെച്ചെടുക്കണം വെച്ച്. അല്ല, എനിക്ക് കൂടുതലും മറ്റുള്ളവർ എടുക്കാൻ എല്ലാ മൊമെന്റ്സും എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമ്മൾ തിരിഞ്ഞ് ഫോണിൽ നോക്കുമ്പോ നമ്മൾ ഒരുപാട് മൊമെന്റ്സ് ഉണ്ടാവും ആളുടെ ഫോണിൽ. അപ്പൊ ഞാനും ബേബിയുള്ള മൊമെന്റ്സ്, നമ്മുടെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ രസാ. അപ്പൊ കാണാൻ രസാ. അപ്പൊ എല്ലാവരും ബ്യൂട്ടിഫുള്ളി ക്യാപ്ചർ ചെയ്യാൻ അറിയാം. ആൻഡ് ഫിഫ്ത് പോയിന്റ് വുഡ് ബി ഡ്രീം പെർസ്യൂ ചെയ്യാനുള്ള ഒരു പെർമിഷൻ അല്ല, ഒരു
ഒരു ഗ്രീൻ സിഗ്നൽ തന്നത്. ഹെബ കൂടെ വീസ്ലി സെഡ് സിവിൽ എഞ്ചിനീയറിംഗ് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യണം, ഈ വീഡിയോ ക്രിയേഷൻ പ്രഷർ വരുന്നുണ്ട് ഫാമിലി എന്നൊക്കെ ഒരുപാട് പേര് പറയുന്നുണ്ട്, വൈ ആർ യു ഡൂയിങ് ദിസ്. അപ്പോൾ അതിനുള്ള രണ്ടുപേരും കൂടെ ചെയ്യുമ്പോൾ അപ്പൊ അതിനുള്ള ഗ്രീൻ സിഗ്നൽ ആൻഡ് ദി സപ്പോർട്ട്, അഗൈൻ സപ്പോർട്ട് നമുക്ക് പറയാം ഹെബ. സോ ദീസ് ആർ ദി 5 ഇമ്പോർട്ടന്റ് ക്വാളിറ്റീസ് എനിക്ക് ഇപ്പൊ പെട്ടെന്ന് ഓർമ്മ വന്ന ഹെബ. അല്ല അതുകൊണ്ട് ഒരുപാട് പോയിന്റ്സ് ആയോ. ഞങ്ങളുടെ റിസപ്ഷൻ ഞങ്ങൾ തന്നെ ആയിരുന്നു ഓൾമോസ്റ്റ് എല്ലാം നടത്തിയത്. ലൈക്ക് ഓൾ ദ എക്സ്പെൻസ് ലൈക്ക് പപ്പ ചെയ്തിട്ടുണ്ട്, മെയിൻ ഡേ കാര്യങ്ങളൊക്കെ പപ്പ ചെയ്തിട്ടുണ്ട്. എന്നാലും ഓൾമോസ്റ്റ് നമുക്ക് ഈക്വലി പാരന്റ്സിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാൻ പറ്റി. ഇനി ഏതാ ഒരു ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു കൺട്രി? ഇനി ഇൻഷാല്ലാ ഡേവിനെ കൊണ്ട് നമ്മൾ ഫസ്റ്റ് ടൈം ഉംറ ചെയ്യാൻ സൗദിയിൽ പോകണമെന്നാണ് ഫസ്റ്റ് വിഷ്. ആൻഡ് ബക്കറ്റ് ലിസ്റ്റിലുള്ള കൺട്രി ഓഫ് കോഴ്സ് ജപ്പാൻ, ഐസ്ലാൻഡ്, ഫിൻലൻഡ് ഒക്കെ. സ്കാൻഡിനേവിയൻ ആണ് നമ്മളിപ്പോ എക്സ്പ്ലോർ ചെയ്യാത്തുള്ളത്. ഈ ഒരു ഇയറിൽ പോകണം. ഫിൻലൻഡ്, നോർവേ, ആ ഒരു ഏരിയാസ് ആണ്. കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് അത് പുൾ ഓഫ് ചെയ്യാൻ പറ്റിയില്ല ബിക്കോസ് ഓഫ് ദ വെദർ. അപ്പൊ ഈ പ്രാവശ്യം ഇൻഷാല്ലാ, ഐ മീൻ നോട്ട് സൂൺ, ബേബിനും കൂടെ പോകണമെന്നാണ്. ലെറ്റ്സ് സീ ഇൻഷാല്ലാ. ഓക്കെ, നമ്മളിപ്പം പ്രഗ്നൻസി റിലേറ്റഡ് കണ്ട വേറെ കുറെ ആളുകൾ ചോദിച്ചൊരു കാര്യമാണ്. ഇപ്പം നിങ്ങളുടെ ഇപ്പം ഡേ ഇൻ മൈ ലൈഫ് ചെയ്തു, അതായത് ഹോസ്പിറ്റലിൽ ഡേ ഇൻ മൈ ലൈഫ്, അവർ ഡിന്നർ സെറ്റ് ചെയ്തായിരുന്നു, സ്പാ സെറ്റ് ചെയ്തായിരുന്നു. ഇത് എവിടെയാണ് ഹെബ ആ ഒരു പ്രഗ്നൻസി ചെയ്ത ആ ഒരു ഹോസ്പിറ്റൽ ഏതാണെന്ന് കുറെ ആളുകൾ ചോദിച്ചിട്ടുണ്ട്. ആക്ച്വലി ഇപ്പൊ അങ്ങനത്തെ പാക്കേജസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ ഞാൻ ചെയ്തത് മാട്രിയ ഹോസ്പിറ്റൽ കാലിക്കറ്റിൽ തന്നെ. ഡോക്ടർ ഗോപിക ബെസ്റ്റ് ഡോക്ടർ ആയിരുന്നു കേട്ടോ. അവിടെ ആക്ച്വലി ഫസ്റ്റ് ഡിന്നർ ഡേറ്റ് ആസ് എ ഫാമിലി ഓഫ് 3. ഫസ്റ്റ് അവർ ഹോസ്പിറ്റലിൽ തരും നമുക്ക് 3 പേർക്കുള്ള ഡിന്നർ ഡേറ്റ്. പിന്നെ സ്പാ കാര്യങ്ങള് ശരിക്കും റിലാക്സിങ് ആയിരുന്നു. എനിക്ക് അവിടുന്ന് പോന്നപ്പോ സങ്കടം ഉണ്ടായിരുന്നു. 5 days ഹോസ്പിറ്റലിൽ ആലോചിക്കുമ്പോൾ ഒന്നും കൂടെ ഒന്ന് പ്രസവിക്കാന്നൊക്കെ തോന്നുന്നു. കാരണം ഞാൻ പറഞ്ഞു 5 days I was crying. ലിറ്ററലി രാത്രി കരയുന്നുണ്ടായിരുന്നു. പക്ഷെ ആ സമയത്ത് നമ്മള് 2 o'clock ബേബി എഴുന്നേക്കും, 3 o'clock ബേബി എഴുന്നേക്കും. പക്ഷെ ആ സമയത്ത് ഉണ്ടായിരുന്ന നഴ്സസ് ആണ് നമുക്ക് ഇപ്പോഴും എടുത്ത് പറയാനുള്ളത്. നമ്മുടെ ലൈഫിൽ ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് മെമ്പേഴ്സ് എന്ന് പറയാം. ബിക്കോസ് അവരൊരു ഇല്ലാതെയാണ് ബേബി. നമുക്ക് ഫസ്റ്റ് ബേബിയുടെ കയ്യിൽ കിട്ടുമ്പോൾ നമുക്ക് ഒന്നും അറിയില്ല, ഡ്രസ്സ് മാറ്റാൻ അറിയില്ല, ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ അറിയില്ല, ഒന്നും അറിയില്ല. പക്ഷെ എല്ലാം വിളിക്കുമ്പോ അവര് വന്ന് ചെയ്ത് ഇപ്പോഴും അത് അപ്പൊ അത് നമുക്ക് ഞാൻ ആലോചിച്ചിരുന്നു ആ പോയിന്റിൽ ഞാൻ എങ്ങനെ ഇതൊക്കെ പഠിക്കുക. എനിക്ക് അറിയില്ലല്ലോ 5 days കഴിഞ്ഞ് ഞാൻ ഇതൊക്കെ എങ്ങനെ ചെയ്യുന്നു. പക്ഷെ നമ്മുടെ ലൈഫിൽ പഠിക്കും. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നുണ്ട് ഇനി എങ്ങനെ ബേബിയെ ഫുഡ് കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കൊടുക്കുക ഫുഡൊക്കെ. പക്ഷെ എല്ലാം ലൈഫിൽ നമ്മൾ പഠിക്കും. ഓരോ സ്റ്റേജിൽ എത്തുമ്പോൾ നമ്മൾ പഠിക്കും. ഞങ്ങളിങ്ങനെ ആടിപ്പാടി പറന്ന് ട്രിപ്പൊക്കെ പോയി അടിച്ചു പൊളിച്ച് ലൈഫ് പടം ഇറങ്ങുന്നു, അന്ന് പോയി പടം കാണുന്നു, കാണാറില്ലല്ലേ. ഞാൻ കൂടുതലും ഹെബിന്റെ കൂടെയാണ് മൂവിക്ക് പോവാ. അല്ലെങ്കിൽ ഇപ്പം ബ്രദർ ഇൻ ലോ ടൈം ഉണ്ടെങ്കിൽ നമ്മൾ അവരോട് പോകും. ഞങ്ങൾ രണ്ടുപേരും ബെസ്റ്റ് ഫ്രണ്ട്സ്. ഞാൻ ഒരുപാട് ഫ്രണ്ട് സർക്കിളുള്ള ആളായിരുന്നു. ഇപ്പൊ ഈ ബെസ്റ്റ് ഫ്രണ്ട് ഞങ്ങള് മൂവിക്ക് പോകും. അങ്ങനെ ഒരു ഫേസ് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പക്ഷെ അതെനിക്ക് ഇഷ്ടമാണ്, ഞങ്ങൾ എൻജോയ് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ ഇത്ര നേരം സംസാരിച്ച സ്ഥിതിക്കും ഒരു ചെറിയ ടാസ്ക് തരാം. ടാസ്ക് ഉണ്ട്, കുഞ്ഞൊരു ടാസ്ക്. ഓക്കെ, എന്താന്ന് സെഗ്മെന്റ് എന്ന് വെച്ചാൽ ഞാൻ ചില സ്റ്റേറ്റ്മെന്റ്സ് പറയും, അത് ചെയ്തിട്ടുണ്ടെങ്കിൽ യെസ് കാണിക്കാം, ഇല്ലെങ്കിൽ നോ കാണിക്കാം. സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ തമ്മിൽ വഴക്കിടാറുണ്ടോ? യെസ്. ഏറ്റവും കൂടുതൽ വഴക്കിടുന്നത് എന്തിനായിരിക്കും? അതിനിടയിലും ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ ചെറിയ ചെറിയ കാര്യങ്ങളാണ്, നത്തിങ് സീരിയസ്. ഏറ്റവും കൂടുതൽ വഴക്കുന്നത് മേ ബി ഷൂട്ടിന്റെ ഇടയിലായിരിക്കും. ഷൂട്ടിന്റെ സമയത്തൊക്കെ ചിലപ്പം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. ഭയങ്കര പെർഫെക്ഷനിസ്റ്റ്. അപ്പം ഷൂട്ടൊക്കെ കറക്റ്റ് വിചാരിച്ച സ്ക്രിപ്റ്റ് ഞാനിങ്ങനെ അത് പോരെ, അത് മതിയില്ലേ എന്നൊക്കെ പറയുമ്പോ ഇല്ല റീക്ക് ബ്രാൻഡ്സിനോട് തിരിച്ച് ഭയങ്കര കമ്മിറ്റ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോഷ്യൽ മീഡിയയിൽ ഫേക്ക് അക്കൗണ്ട്സ് ഉണ്ടോ? ഫേക്ക് അക്കൗണ്ട്സ് എനിക്കില്ല. ഇത് നോ അല്ല. നോ ഇല്ല. ഇങ്ങനെ ആരെങ്കിലും സ്റ്റോക്ക് ചെയ്യാനൊക്കെ? എനിക്ക് തോന്നുന്നു എനിക്ക് ഒരു ത്രിഫ്റ്റ് പേജ് ഒക്കെ ഉണ്ടായിരുന്നു, ഞാൻ അതിൽ കയറി നോക്കും. ഹെബാസ് കളക്ടീവ് എന്ന് പറഞ്ഞ അങ്ങനെ ചെയ്യുന്നത് വളരെ ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ എന്റെ അക്കൗണ്ടിൽ തന്നെ ഞാൻ പോയി നോക്കുക ചെയ്യാം. ലുക്ക് അവരെ കോണ്ടന്റ് എങ്ങനെയുണ്ട്, അവര് ബെറ്റർ ആവുന്നുണ്ടോ. ഞാൻ ക്രിയേറ്റേഴ്സിനെ അനലൈസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനെ ഞാൻ എന്റെ പേജ് തന്നെയാണ് നോക്കാറ്. ഓക്കെ, നെക്സ്റ്റ് വൺ, പാർട്ട്ണറിന്, അതായത് പരസ്പരം ഇപ്പം ഹെബയ്ക്കാണെങ്കിൽ ഇപ്പോൾ ബോയ്സ് ഫാൻസ്, ഇപ്പോൾ റീക്കാണെങ്കിൽ ഗേൾസ് ഫാൻസ്, മെസ്സേജ് അയക്കുമ്പോൾ പൊസസീവ്നെസ് തോന്നാറുണ്ടോ? ഞാൻ ഭയങ്കര പൊസസീവ്നെസ് ഉണ്ടാകും. ആണ് ഇവിടെ ഉത്തരം അല്ല, ഹെബയ്ക്കുള്ള ക്വസ്റ്റ്യൻ അല്ലേ? എന്താ തോന്നുന്നത്? എനിക്ക് ഞാൻ ഇപ്പൊ അടുത്ത് ഇന്നും കൂടെ പേളിയുടെ ഒരു വീഡിയോ കണ്ടതേ ഉള്ളൂ. ഒരു കാക്കയുടെ വീഡിയോ പറയുന്നില്ലേ, ആ കാക്ക മരിച്ചു പോയിട്ട് നിന്റെ കാമുകി വന്നത് കൊണ്ടാണോ നീ നോക്കുന്നത്? ആ ടൈപ്പാണ്. അല്ല അങ്ങനെയല്ല,
പക്ഷെ പൊസസീവ്നെസ് എനിക്ക് കൂടുതൽ സ്നേഹം സമയം മേ ബി ആരോടാണെങ്കിലും ഫാമിലിയിലുള്ള ആരോടാണെങ്കിലും വീട്ടിലുള്ള ഉമ്മമാരോട് പോലും കൂടുതൽ സംസാരിക്കും. എനിക്ക് എന്നോട് കൂടുതൽ സംസാരിക്കണം. അത് സ്നേഹം സ്നേഹമുള്ള അത് മോശമാണെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. അടുത്തത് പാർട്ട്ണർക്ക് അതായത് പാർട്ട്ണർ നിങ്ങൾ പരസ്പരം കേട്ടോ പാർട്ട്ണർക്ക് അയക്കേണ്ട മെസ്സേജ് ബൈ മിസ്റ്റേക്ക് വേറെ ആർക്കെങ്കിലും സെൻഡ് ആയി പോയിട്ടുണ്ട്? എന്റെ ഉമ്മക്കൊക്കെ സെൻഡ് ആയി പോകും. എന്താ അങ്ങനൊന്നും ഞങ്ങള് 24 hours ഒപ്പല്ലേ. എനിക്ക് ഏറ്റവും ടെൻഷൻ ഉള്ള ഒരു കാര്യം അതാ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ക്രോസ് ചെക്ക് ചെയ്തിട്ട് മാത്രം വാട്സാപ്പിൽ അയക്കാറുള്ളൂ. ഞാൻ ഉമ്മക്കൊക്കെ പാർട്ട്ണറിന്റെ ടൂത്ത് ബ്രഷ് മാറി യൂസ് ചെയ്തിട്ട് മാറിയല്ല അറിഞ്ഞുകൊണ്ട് എപ്പോഴും യൂസ് ചെയ്യും. അത് ഞാൻ ക്യാരിങ് ആയതുകൊണ്ട് മേ ബി എന്റെ ബ്രഷ് താഴെ അങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പൊ ഞാനിനി താഴെ പോകണ്ടേ പ്ലീസ് ഞാൻ നിന്റെ യൂസ് ചെയ്തോട്ടെ. ഞാൻ ചെയ്തിട്ടുണ്ട് 2 times ഇട്ട് ഞാൻ ഹെവൻ ബ്രഷ് യൂസ് ചെയ്തിട്ടുണ്ട്. എപ്പോഴും ചെയ്യും. പാർട്ട്ണറിന് ഹിഡൻ ടാലന്റ് ഉണ്ടോ? ഇതുവരെ ലോകം അറിയാത്ത എന്തെങ്കിലും ഒരു കഴിവ്? എനിക്കിവിടെ ഒരു എല്ലുണ്ട് അത് കൂടുതലാണ് അല്ല ഇങ്ങനെ ഒരു ഡാൻസ് അറിയാം. റീക്ക് ഉണ്ടോന്ന് ഞാനല്ലേ പറയണ്ടേ? അല്ല രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹിഡൻ ടാലന്റ്. നീ എൻഗേജ്മെന്റ് കഴിഞ്ഞ ഉടനൊക്കെ ഇങ്ങനെ പാടി തരുമായിരുന്നു. അതൊരു ഹിഡൻ ടാലന്റ്. അല്ല അതാണ് പറഞ്ഞത്. ആർക്കും അറിയില്ല ഇതുവരെ പാടിയിട്ടില്ല. എൻഗേജ്മെന്റിന് എന്നോട് അന്ന് പാടാൻ പറഞ്ഞു. ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് പാടി. ഒരു മിനിറ്റ് ആ പാട്ട് അന്ന് പാടിയതിനു ശേഷം ഞാൻ പിന്നെ പാട്ട് പാടിയിട്ടില്ല. കാരണം അന്ന് എനിക്ക് അവിടെ എന്റെ അങ്കിളൊക്കെ പറഞ്ഞു മോനെ വേറെ ഏതെങ്കിലും പാട്ട് പാടിയ കാറിലൊക്കെ നമ്മളിങ്ങനെ എൻഗേജ്മെന്റ് കഴിഞ്ഞിട്ട് പ്രേമിക്കുന്ന സമയത്തൊക്കെ പിന്നെ എനിക്ക് മനസ്സിലായി എനിക്ക് ഇഷ്ടമാണ് പാടാൻ. പക്ഷെ എനിക്ക് പിന്നെ മനസ്സിലായി ദാറ്റ് ഇസ് നോട്ട് മൈ. എന്റെ പ്രശ്നം എന്ന് വെച്ചാല് രണ്ടുപേർക്കുള്ള ഒരു ടാലന്റ് പറയട്ടെ. പാടാൻ ഇഷ്ടമാണ്, ലിറിക്സ് നമ്മളുടെ ലിറിക്സ് ആയിരിക്കും. നമുക്ക് ഭയങ്കര ഇഷ്ടം ലിറിക്സ് മാറ്റിയിട്ട് പാടാനുണ്ട്. അപ്പൊ എന്ത് പാടിയിട്ട് പാടും. ഇപ്പൊ ഞാൻ ബേബിക്ക് താരാട്ട് പാടുമ്പോ ഉണ്ണിവാവൊക്കെ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ വേറെ. സോ ബേബിക്ക് ഇപ്പൊ പാടുമ്പോഴൊക്കെ രാത്രി 3 or 4 ഒക്കെ ആയിട്ടുണ്ടാവും ടൈം, ഏർലി മോർണിംഗ്. അപ്പൊ ഞാൻ ഓരോ പാട്ട് ഉറക്കാൻ വേണ്ടി പാടുമ്പം ഹെവ ഉറങ്ങിയിട്ടുണ്ടാവും. നല്ല ചിരിക്കും. ഹെവ പെട്ടെന്ന് ലിറിക്സ് അറിയാം. ഹെവക്ക് ഞാൻ തെറ്റിച്ചേ പാടുള്ളൂ. അപ്പൊ അതൊരു ഹിഡൻ ടാലന്റ്. അന്ന് പാടിയത് ഏത് പാട്ടായിരുന്നു? അന്ന് പൃഥ്വിരാജിന്റെ ഒരു ഫിലിമത്തെ പാട്ടാ പാടിയത്. കാറ്റ് വന്ന് കാതിൽ പറഞ്ഞു. ആ പാട്ടാണ് അതൊക്കെ പാടി തള്ളിയിട്ടതിന് ശേഷം കാരണം അന്ന് എനിക്ക് അത്ര നല്ല റെസ്പോൺസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് മനസ്സിലായി. ഞാൻ നല്ല പ്രോത്സാഹനം താങ്ക് യു. ഹിഡൻ ടാലന്റ് ഹെബ ഇസ് എ വെരി ഗുഡ് ഡാൻസർ. പക്ഷെ ഹെബ ഡാൻസ് ചെയ്യാറില്ല ഇപ്പൊ. ഹെബ എപ്പോഴും അല്ല വളരെ കുറവാണ് ഹെബ ഡാൻസ് ചെയ്ത്. ഹെബ ടൈം കൊടുക്കുന്നില്ല. ഹെബക്ക് എപ്പോഴും പറയും പുതിയ വീഡിയോ ഡാൻസ് ഇത് എനിക്ക് ചെയ്യാൻ താല്പര്യമുണ്ട്. പക്ഷെ ഐ നെവർ സീ ഹർ ഡൂയിങ് ഇറ്റ്. ഹെബ പറയും ഇത് അടിപൊളി ഡാൻസ് ആണല്ലോ നമുക്ക് ചെയ്യില്ല. മേ ബി ഞാൻ ഡാൻസ് ചെയ്യാൻ അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല. ഹെബക്ക് ഒരു തവണ കളിപ്പിച്ചിട്ടുണ്ട്. അല്ല ഒരു തവണ അല്ല, നമ്മൾ റിയാലിറ്റി ഷോയിൽ സ്ഥിരമായിട്ട് നമുക്ക് സെപ്പറേറ്റ് റൗണ്ട്സ് ഒക്കെ തരുമല്ലോ. അപ്പൊ നമ്മൾ ഒരുപാട് ഡാൻസും പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. ഹിഡൻ ടാലന്റ് എന്ന് പറയാൻ എനിക്ക് തോന്നുന്നു നമ്മള് ഹെലിപാഡിന്റെ മേലെ കയറി ഡാൻസ് കോപ്പിക്കൊണ്ട് ആഡ് ചെയ്തു. നെക്സ്റ്റ് പാർട്ട്ണറിന് കുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാറുണ്ടോ? കൊടുത്തിട്ടുണ്ടോ? കൊടുക്കാറുണ്ട്. എപ്പോഴും ഇല്ല, വല്ലപ്പോഴും ഒരു പ്രാവശ്യം. ഞാൻ 2-3 പ്രാവശ്യം. എന്തുണ്ടാക്കിയ? മാഗി, ബ്രെഡ് ഓംലെറ്റ്, പായസം. ഞങ്ങൾ രണ്ടുപേരും കുക്കിംഗ് അറിയുന്ന ആൾക്കാരല്ല. എനിക്കും അറിയില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര തെരുവിലേക്ക് നോമ്പാവുമ്പോ പരീക്ഷിക്കല്ലോ നമ്മൾ. ഓരോ സമയത്ത് ഓരോ ട്രെൻഡിങ് അല്ലേ, ഡാൽഗോണ കോഫി, സർബത്ത്, അങ്ങനെ ട്രെൻഡ് ഒക്കെ ട്രൈ ചെയ്യും. പിന്നെ രണ്ടുപേരും എനിക്കും വലിയ കുക്ക് ചെയ്യാൻ അറിയില്ല. പക്ഷെ റീയുടെ വീട്ടിൽ ഉമ്മയും സിസ്റ്റർ ഒക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ അതുകൊണ്ട് തട്ടിമുട്ടി ജീവിച്ചു. എനിക്ക് ഫസ്റ്റ് ഉണ്ടാക്കി തന്നത് മന്തി ആയിരുന്നു. ഹ്യൂജ് ചാലഞ്ച് ആയിരുന്നു. പക്ഷെ ഷീ ഡിഡ് ഇറ്റ്. പക്ഷെ ഫ്ലോപ്പ് ബട്ട് നല്ല ട്രൈ ചെയ്തല്ലോ. എഫേർട്ട് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. പക്ഷെ നമ്മള് റിയാലിറ്റി ഷോയിൽ കുക്കിംഗ് റൗണ്ട് വന്നപ്പോ ഞങ്ങൾക്ക് കുക്ക് ചെയ്യാൻ അറിയാത്തത് എന്തിനാ നാഷ് ബ്രോ തന്നെ നമ്മൾ ഫയർ ചെയ്തു ഷോയില്. അന്ന് ഞാൻ ഭയങ്കര ബേസിക് സർവൈവൽ അല്ലെന്നൊക്കെ പറഞ്ഞപ്പോ പിന്നെ ഞങ്ങൾ കുറച്ചൊക്കെ പിടിച്ചു. ചേച്ചി കുറച്ച് സപ്പോർട്ട് ചെയ്തിരുന്നു. ചേച്ചി നമ്മൾ ഓൾമോസ്റ്റ് സെയിം വൈബ് ആയതുകൊണ്ട് കുക്കിംഗ് അറിയാത്തത് അങ്ങനെ പ്രശ്നമൊന്നുമല്ല. പക്ഷെ ബേസിക് കാര്യങ്ങൾ ശരിക്കും അറിയണം. സർവൈവൽ ഇപ്പൊ പഠിച്ചു. അന്ന് അറിയില്ല. കല്യാണം കഴിഞ്ഞ 6 മാസം. പാർട്ട്ണറിന് സർപ്രൈസ് കൊടുക്കാറുണ്ടോ? ഓ യാ, രണ്ടുപേരും കൊടുക്കാറുണ്ട്. നമ്മൾ പറഞ്ഞല്ലോ ലൈഫിൽ ഞങ്ങൾ ബർത്ത്ഡേ മന്ത് ഇനി ഫെബ്രുവരി മാർച്ച്. അപ്പൊ ഞാൻ കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ട് എനിക്ക് തോന്നുന്നു. ഒന്ന് എനിക്ക് പിക്കപ്പ് ചെയ്യാനുണ്ട്. ആള് കുറച്ച് സ്കോർ ചെയ്യുന്നുണ്ട് ഇപ്പൊ. ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു
മൊമെന്റ്, ആ ഒരു എക്സ്പ്രഷൻ ഒക്കെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. ഒരുപാട് കുട്ടികൾ വേണം എന്ന് ആഗ്രഹമുണ്ടോ? ആദ്യം ഉണ്ട്, ആദ്യം 10 കുട്ടികൾ വേണം, സ്വർഗത്തിൽ പോകുന്ന കാര്യം. അഗൈൻ ഹെബന്റെ ചോയ്സ് ആണത്. അപ്പോ എങ്ങനെയാണോ പഠിച്ചു ഹെബൻ പ്ലാൻ ചെയ്യുന്നത് അതുപോലെ ഞാൻ വേണം, ഒരു 2-3 പേരൊക്കെ വേണം. എന്റെ സിബ്ലിങ്സ് ഞാനുള്ള ബോണ്ടൊക്കെ എനിക്ക് ഇഷ്ടം. അപ്പൊ അവർക്കും അതുപോലെ ഒരു 2-3 പേരൊക്കെ ഉണ്ടാവുമ്പോ രസമല്ല അങ്ങോട്ടും കൂടെ സംസാരിക്കാൻ. എനിക്ക് സിസ്റ്റേഴ്സ് ഇല്ല, 2 ബ്രദേഴ്സാ. പക്ഷെ ആ ഒരു ബോണ്ടൊക്കെ അവർക്കും വേണം. അപ്പൊ ഒരുപാട് ഒരു 2-3 പേരൊക്കെ വേണം. സ്നേഹം കൂടുമ്പോ ചെല്ലപ്പേര് വിളിക്കാറുണ്ടോ? കൊറേ. ചക്കുടു, ചുക്കുടു, അയ്യോ ഒരുപാട്, മുത്താട്ടി, ചുക്കാപ്പി, മുത്താട്ടി, ചക്കുടു, ചക്കുടു, ചുക്കാപ്പി. ഞാൻ ഒരു ദിവസം ഒരു റൗണ്ട് തന്നെ വെച്ചിരുന്നു, ഞാൻ എന്തൊക്കെയാ വിളിക്കാറ് പറ, എല്ലാ പേരും ഓർത്ത് വെക്കുന്നുണ്ടോന്ന്. വാഷ്റൂമിൽ പോകുമ്പോ മൊബൈൽ ഫോൺ കൊണ്ടുപോകാറുണ്ടോ? ഇവിടെ ഞാൻ ഇപ്പൊ കൊറേ റീൽസ് കാണില്ല നമ്മള്, ഫുൾ ടൈം ബാത്റൂമിൽ പോവാന്ന് പറയുമ്പോ ഞാൻ 2 മണിക്കൂർ ഇപ്പൊ എന്റെ പൊന്നെ ഫുൾ അതിനകത്തായിരിക്കും ഫുൾ എക്സ്പ്ലോറിങ് വീഡിയോസ്. നമ്മളെ ക്രിയേറ്റീവ് സൈഡ് ഒക്കെ അവിടെയാണ്, അതുകൊണ്ടാണ് ഞാൻ പഠിച്ചു. ഇപ്പൊ ഞാൻ കൊണ്ടുപോയി, പിന്നെ ഞങ്ങൾ ഇടയ്ക്ക് റൂൾസ് റെഗുലേഷൻസ് ഫോൺ എടുക്കാൻ പാടില്ല, റൂൾസ് ആണ് ഇവിടെ വെക്കുന്നത്. പക്ഷെ 2ാമത്തെ ദിവസം ഞാനും ബ്രേക്ക് ചെയ്യും. ഇപ്പൊ ഞാനും പഠിച്ചു പോയി. കാരണം നമ്മള് റീൽസിൽ കാണല്ലോ, ഇറ്റ്സ് നോട്ട് ഗുഡ് ഫോർ ഹെൽത്ത്. അതിനുശേഷം വി മെയ്ഡ് റൂൾസ് കൊണ്ടുപോകാൻ പാടില്ല. അതിന്റെ ഉള്ളില് എന്നിട്ട് എനിക്കൊന്ന് കുറെ നമ്മളെ ഈ വെസ്റ്റേൺ കൺട്രീസിലുള്ള ആൾക്കാരെ മീമൊക്കെ ഇല്ലേ, ഭാര്യ ഇങ്ങനെ ബാത്റൂമിന്റെ പുറത്ത് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് തളർന്ന് വീണ് കിടന്നാലും അതേപോലെ ബാത്റൂമിൽ ഫുൾ ടൈം. I'll change that inshallah. And also like നമുക്ക് ചിലപ്പോൾ ബാത്റൂമിൽ സംസാരിക്കുന്നത് കേൾക്കാം, ആള് ഭയങ്കര ഇംഗ്ലീഷിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ പോലെ. എനിക്ക് ആരോടാണ് സെൽഫ് പ്രിപ്പയർ ഒക്കെ ചെയ്യും ആളിങ്ങനെ. ഞാൻ എന്റെ ലാംഗ്വേജ് ഒക്കെ റെഡി ആക്കി എടുക്കാം. ആളുടെ സ്ഥലം ബാത്റൂം. ചിലപ്പോ നമ്മള് നൈറ്റ് ഒക്കെ ബേബിനെ നോക്കാൻ വേഗം വരുവോ, ഞാനും ബേബി ഒറ്റക്ക കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുമല്ലോ നമ്മള്. ഈ ബാത്റൂമിൽ പോയാൽ പിന്നെ ഞാൻ ഓക്കെ, ഇനി 2 മണിക്കൂർക്ക് നോക്കണ്ടല്ലേ. അല്ല ഇപ്പം കോള് വരുമ്പോ ബേബിക്ക് ഞാൻ വിളിക്കും, ഫോണിലൊക്കെ വിളിക്കും, വരാറായോ. So yes, Thank you.